ഉത്തർപ്രദേശിൽ വൻ ഭീകരാക്രമണ പദ്ധതി തകർത്ത് UP ATS. ലക്നൗ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് സ്ഫോടനങ്ങൾക്ക് പദ്ധതിയിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. 4 അംഗ സംഘത്തെയാണ് പിടികൂടിയത്. ഇവർ പാകിസ്ഥാനിലെ ഭീകരരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രവർത്തിച്ചതെന്നും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുണ്ട്. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പം ചേരുകയാണ്. നന്ദഗോപൻ, വളരെ നിർണായകമായ ഒരു നീക്കത്തിലൂടെയാണല്ലോ ATS ഈ 4 അംഗ ഭീകര സംഘത്തെ പിടികൂടിയത്. ഇവർ പാകിസ്ഥാൻ നിയന്ത്രിത അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചവരാണെന്നും വ്യക്തമാകുന്നുണ്ടല്ലോ. വിവരങ്ങൾ. കൃഷ്ണജ്, രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ സൂചനകൾ പ്രകാരമാണ് ഉത്തർപ്രദേശ് പോലീസിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ലക്നൌവിൽ UPയുടെ തലസ്ഥാനമായ ലക്നൌവിൽ ഒരു പരിശോധനയ്ക്ക് മുതിർന്നത്. ഈ പരിശോധനയിലാണ് 4 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരിൽ നിന്ന് ലഭിച്ച മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് എന്നിവ പരിശോധിച്ചപ്പോഴാണ് വളരെ നിർണായകമായ വിവരങ്ങൾ ഈ ATSന് ലഭിക്കുന്നത്. അതായത് രാജ്യത്ത് വൻ സ്ഫോടനങ്ങളായിരുന്നു ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നുള്ളതാണ്. ഇവരെ നിയന്ത്രിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്നുമുള്ള ശക്തികളായിരുന്നു എന്നുള്ളതും പ്രധാനമായും കണ്ടെത്തിയിരുന്നു. ഇവർക്ക് ലക്നൗ റെയിൽവേ സ്റ്റേഷൻ്റെയും അതേപോലെ തന്നെ രാജ്യത്തെ മറ്റ് തന്ത്രപ്രധാന ഇടങ്ങളുടെയും ഒക്കെ തന്നെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ പാകിസ്ഥാനിൽ നിന്നും അയച്ചു നൽകി. ഇവിടങ്ങളിൽ സ്ഫോടനം നടത്തുവാനായിരുന്നു ഇവർ ലക്ഷ്യമിട്ടിരുന്നത്. അതിനുവേണ്ടി ഇത്തരം സ്ഫോടനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഫോടനത്തിന് ആവശ്യമായ വസ്തുക്കളും മറ്റും സംഘടിപ്പിക്കുവാൻ വേണ്ടി QR കോഡ് വഴിയും മറ്റും ഇവർക്ക് പണം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതും ATS കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കസ്റ്റഡിയിലായിട്ടുള്ള 4 പേരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും, കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും എന്നുള്ളതാണ് ATS വ്യക്തമാക്കുന്നത്. ഏതായാലും ATSന്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം രാജ്യത്ത് വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനം അല്ലെങ്കിൽ രാജ്യത്ത് വൻ സ്ഫോടനം ഒഴിവാക്കാൻ സാധിച്ചു. വലിയ ഭീകരവാദം തകർക്കാൻ സാധിച്ചു.